നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബ് രാജ്യങ്ങളെ ചൊടിപ്പിച്ച് ഇസ്രായേൽ മന്ത്രിയുടെ പ്രസ്താവന. അതിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ-അഖ്സ മസ്ജിദ് കോമ്പൗണ്ടിൽ ജൂത സിനഗോഗ് സ്ഥാപിക്കുമെന്ന പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അറബ് രാജ്യങ്ങളെ ഇളക്കിയിരിക്കുന്നത്. തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻ ഗിവാറാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇസ്രായേലി മന്ത്രി മസ്ജിദ് നിൽക്കുന്ന പ്രദേശത്ത് സിനഗോഗ് നിർമ്മിക്കുമെന്ന പരസ്യ പ്രസ്താവന നടത്തുന്നത്. ജൂതന്മാർക്ക് അൽ-അഖ്സയിൽ പ്രാർത്ഥനയ്ക്ക് അർഹതയുണ്ടെന്നും ഇവിടെ ജൂത ദേവാലയം നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സൗദി വിദേശകാര്യ മന്ത്രാലയം അടക്കം ഈ ഒരു വിഷയത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു വിമർശനവും അതുപോലെ തന്നെ പ്രതിഷേധവുമാണ് ഇസ്രായേലിന്റെ ഈ ഒരു പ്രഖ്യാപനത്തോട് അറബ് രാജ്യങ്ങൾ നടത്തുന്നത്. സൗദി പ്രസ്താവനയിലൂടെ വിമർശിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: അൽ-അഖ്സ പള്ളിയുടെ ചരിത്രപരവും നിയമപരവുമായ പദവിയെ മാനിക്കാൻ തയ്യാറാകണം. അന്താരാഷ്ട്ര സമൂഹങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം കാണിക്കണം. ഫലസ്തീനിലെ മാനുഷിക ദുരന്തത്തിന് അന്ത്യം വരുത്തണം എന്നതടക്കമുള്ള ആവശ്യമാണ് സൗദി ഉന്നയിച്ചിരിക്കുന്നത്. മേഖലയെ ഒന്നാകെ ഒരു മതപരമായ സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള നീക്കമാണ് മന്ത്രി ബെൻ ഗവീറിന്റെ പ്രസ്താവനയെന്ന് ഫലസ്തീൻ അതോറിറ്റിയും തുറന്നടിച്ചു. അൽ-അഖ്സ പള്ളിയെ പരിക്കേൽപ്പിക്കുന്നത് ഒരിക്കലും ഫലസ്തീൻ ജനത അംഗീകരിക്കില്ല എന്ന് ഫലസ്തീൻ അതോറിറ്റി വക്താവ് നബീൽ അബു റുദൈന പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. തുർക്കി ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ മന്ത്രി ബെൻ ഗവീറിന്റെ പ്രസ്താവന നീചമാണെന്നാണ്. പ്രസ്താവനയെ പാർട്ടി അപലപിച്ചു. എല്ലാ മുസ്ലിങ്ങളെയും മനുഷ്യത്വത്തെയും ആക്രമിക്കുന്ന ശപിക്കപ്പെട്ട പ്രസ്താവനയാണിതെന്നും പാർട്ടി വക്താവ് ഒമർ സലിക് പറഞ്ഞു. ഇസ്ലാമിക ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കാനും അൽ-അഖ്സ പള്ളിയിലെ തലസ്ഥിതി നിലനിർത്താനും ഇസ്രായേലിന് നിയമപരമായ ബാധ്യതയുണ്ടെന്നും ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ജോർദാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ബെൻ ഗവീറിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ്. അസ്വീകാര്യമായ ഈ പ്രസ്താവനയെ ലോകരാജ്യങ്ങൾ അപലപിക്കണമെന്നും ജോർദാൻ ആവശ്യപ്പെട്ടു. ഖത്തറും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനും ഇസ്രായേൽ മന്ത്രിയുടെ പ്രസ്താവനയെ അപലപിച്ചു. ഇസ്ലാമിലെ മൂന്നാമത്തെ പുണ്യസ്ഥലമായാണ് അൽ-അഖ്സ പള്ളിയെ കണക്കാക്കുന്നത്. ജൂതന്മാർ ഈ പ്രദേശത്തെ ടെമ്പിൾ മൗണ്ട് എന്നാണ് വിളിക്കുന്നത്. പുരാതന കാലത്ത് ഇവിടെ 2 ജൂത ദേവാലയങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അവരുടെ വിശ്വാസം. അതേസമയം ടെമ്പിൾ മൗണ്ടിലേക്ക് പ്രവേശിക്കരുതെന്ന് വിശ്വസിക്കുന്ന ജൂതന്മാരും ഇസ്രായേലിലുണ്ട്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇവർ രംഗത്ത് വരികയും ചെയ്തു. 2003 മുതൽ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് ഇസ്ലാമിക് വഖഫിന്റെ അനുമതിയില്ലാതെ പള്ളിയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ പോലീസ് സഹായം നൽകുന്നുണ്ട്. വെള്ളി, ശനി ഒഴികെയുള്ള ദിവസങ്ങളാണ് ജൂതന്മാർ ഇവിടെ എത്തുന്നത്. 2 ആഴ്ച മുമ്പും മന്ത്രി ബെൻ ഗവീറിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ജൂതന്മാർ അൽ-അഖ്സ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ച് കയറി പ്രാർത്ഥന നടത്തിയിരുന്നു. ജൂതന്മാരുടെ വാർഷിക നോമ്പ് ദിനമായ ടിഷ ബിഅവിന്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് അവർ വന്നതും പ്രാർത്ഥന നടത്തിയതും എന്നാണ് പലസ്തീൻ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.